ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരായ എല്ലാ കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ പ്രേക്ഷകരും സന്തോഷമായിരിക്കുന്നത് കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാം എല്ലാവരും മറ്റുള്ളവർ നമ്മെ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം, കരുതണം, നമ്മെക്കുറിച്ച് നന്നായി പറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. സകല മനുഷ്യരുടെയും ഹൃദയത്തിലെ ചിന്ത അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ്. അത് അല്പം കൂടെ വ്യക്തമാക്കി സംസാരിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്: മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മുൻപേ അവർക്ക് അങ്ങോട്ട് ചെയ്യണം. എത്ര ലളിതമായ ഒരു ഉപദേശമാണ്! സകല മനുഷ്യരെയും ചിന്തിപ്പിക്കേണ്ടതും അതിനനുസരിച്ച് നാം ജീവിക്കേണ്ടതുമായ ഒരു നല്ല തിരുവചനമാണ് ഇത്. എന്നെ എല്ലാവരും സ്നേഹിക്കണം, ബഹുമാനിക്കണം, കരുതണം, എന്നെ പൊക്കി പറയണം, ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അത് അങ്ങോട്ട് ചെയ്തുകൂടാ? ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. നാം മറ്റുള്ളവരെ ബഹുമാനിച്ചാൽ അവരും നമ്മളെ ബഹുമാനിക്കും. നാം സ്വയം ഒരു VIP ആയി ചമയുന്നതിനേക്കാൾ നല്ലത് കർത്താവ് പഠിപ്പിച്ചതുപോലെ എളിമ ധരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് VIP ആണെന്ന് ചിന്തിച്ചാൽ പിന്നെ ആര് താഴും? ആരും താഴുകയില്ലെങ്കിൽ നിശ്ചയമായും ദൈവത്തിൽ നിന്ന് ആരും ഒന്നും പ്രതീക്ഷിക്കരുത്. സ്തോത്രം. ശരിക്കും മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഈ വാക്യം കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സുവർണ നിയമമെന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഒരു ഗോൾഡൻ പ്രിൻസിപ്പിളാണ്. സ്തോത്രം. ഇതിനേക്കാൾ വലിയൊരു ഉപദേശം ഇനിയും ലോകത്തിൽ ആർക്കും നൽകാനില്ല. ആദ്യം മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, എന്നിട്ട് തിരിച്ച് ആദരവ് ലഭിക്കാൻ കാത്തിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നല്ലൊരു മര്യാദയുടെയും ശരിക്കും വിദ്യാസമ്പന്നരായവരുടെയും ഒരു സംസ്കാരത്തിൻ്റെയും തെളിവാണ് അത് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് അങ്ങോട്ട് ബഹുമാനം കൊടുക്കാം, മറ്റുള്ളവരെ അങ്ങോട്ട് സ്നേഹിക്കാം, മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ട് അവരെ നാം അംഗീകരിച്ചിട്ട് തിരിച്ചും ലഭിക്കുവാൻ നമുക്കും അർഹതയുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. യേശുവിൻ്റെ ഈ ഗിരിപ്രഭാഷണം ലോകത്തിലെ അനേക ഉന്നതന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ യേശുവിൻ്റെ ഈ ഗിരിപ്രഭാഷണം ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. യേശുവിൽ നിന്നാണ് ഗാന്ധിജി അഹിംസാ സിദ്ധാന്തം പഠിച്ചതെന്നാണ് അറിയുവാൻ കഴിയുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന യേശു മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല, സ്നേഹിച്ച് കാണിക്കുകയും ചെയ്തവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നാം ആ കർത്താവിൻ്റെ അനുയായികളാണെങ്കിൽ, കർത്താവിൻ്റെ വഴിയെ പ്രമാണിച്ച് പിൻപറ്റുന്നവരാണെങ്കിൽ നിശ്ചയമായും കർത്താവ് പഠിപ്പിച്ചത്
നാം പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. മുൻപേ നാം അത് ചെയ്ത് കാണിക്കണം. അല്ലാതെ എല്ലാവരും എന്നെ സ്നേഹിക്കട്ടെ, എന്നെ ബഹുമാനിക്കട്ടെ, എൻ്റെ അടുക്കൽ വന്ന് ഓച്ചാനിച്ച് നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് വിലപ്പോവുകയില്ല. അങ്ങോട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ കരുതാനും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനും എല്ലാ പ്രിയപ്പെട്ടവരും കൃപ ലഭിക്കുമാറാകട്ടെ. നിശ്ചയമായും അങ്ങനെയുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കും. ഈ വചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രി എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരുടെ ഒപ്പമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.